പിതാവും പുത്രനും പരിശുദ്ധരുഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിവാഹം, വിട്ടുപിരിയലും ഒട്ടിച്ചേരലും, സ്നേഹത്തിന്റെ ഒരു ദൈവിക ഉടമ്പടി എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയരെ, മാതാപിതാക്കളെ പിരിഞ്ഞ് ദൈവികമായ ഒരു ഉടമ്പടിയിലൂടെ ഭാര്യയോട് അവിഭാജ്യമായ ഐക്യത്തിൽ ഒട്ടിച്ചേരുക, ഉൽപ്പത്തി 2:24 എന്ന ബൈബിൾ തത്വം വെറുമൊരു സാമൂഹിക മാർഗനിർദ്ദേശം അല്ല, മറിച്ച് മനുഷ്യരാശിക്കുള്ള ദൈവത്തിന്റെ ആദിമ രൂപകൽപ്പനയിൽ നെയ്തെടുക്കപ്പെട്ട ഒരു ദൈവിക നിയമമാണ്. വിവാഹം എന്നത് ഒരു പുതിയ സൃഷ്ടി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധമായ പ്രവൃത്തിയാണ്. അവിടെ രണ്ട് ജീവിതങ്ങൾ അവിടുത്തെ കരങ്ങളാൽ ഏക ശരീരമായി മാറ്റപ്പെടുന്നു. ഇവിടെ വിട്ടുപിരിയുക എന്നത് ഉപേക്ഷിക്കലല്ല, മറിച്ച് ഒരു വിശുദ്ധമായ മാറ്റമാണ്. ദൈവകേന്ദ്രീകൃതമായ ഒരു പുതിയ ഐക്യം സ്ഥാപിക്കുന്നതിനായി മുൻപത്തെ ആശ്രയത്വങ്ങളിൽ നിന്നുള്ള മനഃപൂർവമായ മോചനമാണത്. ചേർന്ന് നിൽക്കുക എന്നത് തികഞ്ഞ ദൈവഭക്തിയോടും പൂർണ്ണ സ്ഥിരതയോടും പൂർണ്ണ സന്തോഷത്തോടും കൂടെ ദൈവഹിതത്താൽ സ്വമനസാലെ മാറ്റമില്ലാത്ത ഒരു കരാറിൽ ഏർപ്പെടുന്നതാണ്. ഇത് ദൈവം തൻ്റെ ജനത്തോടുള്ള വിശ്വസ്തമായ ഉടമ്പടി സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ ബന്ധം മനോഹരമാണ്, കാരണം അത് ദൈവത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. സ്വയം ദാനം ചെയ്യുന്നതും വിശ്വസ്തവും ഫലദായകവുമായ സ്നേഹം, പങ്കിട്ട പ്രാർത്ഥനകളിലൂടെയും ത്യാഗങ്ങളിലൂടെയും പ്രതീക്ഷകളിലൂടെയും സൗഹൃദം തളിർക്കുകയും വിശ്വാസം ആഴപ്പെടുകയും സ്നേഹം പാകപ്പെടുകയും ചെയ്യുന്ന സന്തോഷത്തിന്റെ ഇടമാകണം വിവാഹം. എന്നാൽ ഇത് ഗൗരവമേറിയതുമാണ്, കാരണം ദൈവം യോജിപ്പിക്കുന്നത് വിശുദ്ധമാണ്. യേശു തന്നെ ഇത് സ്ഥിരീകരിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 19:6. വിവാഹം നിലനിൽക്കുന്നത് വികാരങ്ങളാൽ മാത്രമല്ല, ദൈവത്തോടുള്ള ഭക്തിയാലും പരസ്പരമുള്ള കീഴ്പ്പെടലിനാലും ദിനംപ്രതിയുള്ള വിശുദ്ധമായ തിരഞ്ഞെടുപ്പുകളാലുമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വിളിയാണെന്ന് പുറപ്പാട് 20:12 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിവാഹം ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് പുനർക്രമീകരിക്കുന്നു. ഭർത്താവും ഭാര്യയും ഇപ്പോൾ ഏറ്റവും അടുത്ത മാനുഷിക ബന്ധമായി മാറുമ്പോഴും മാതാപിതാക്കളോടുള്ള ബഹുമാനം സ്നേഹത്തിലൂടെയും കൃതജ്ഞതയിലൂടെയും കരുതലയിലൂടെയും തുടരുന്നു. ബൈബിൾ വിഭാവനം ചെയ്യുന്ന ബഹുമാനം എന്നത് നിയന്ത്രണമോ ഇടപെടലോ അല്ല, മറിച്ച് തലമുറകളിലുടനീളം സമാധാനവും അനുഗ്രഹവും തേടുന്ന കൃപ നിറഞ്ഞ നിലപാടാണ്. തോബിയാസിന്റെയും സാറായുടെയും കഥ തോബിത്ത് 8 വിവാഹത്തിന്റെ ഏറ്റവും പവിത്രമായ വശം വെളിപ്പെടുത്തുന്നു. വികാരങ്ങളിലല്ല, മറിച്ച് പ്രാർത്ഥനയിൽ ആരംഭിച്ച ഒരു ബന്ധം. ശാരീരികമായ ഒന്നാകലിന് മുൻപ് അവർ നടത്തിയ 3 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുമ്പോഴാണ് വിവാഹം അതിൻ്റെ കരുത്തും സന്തോഷവും കണ്ടെത്തുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വിവാഹത്തിൽ പങ്കാളികൾക്ക് കുടുംബങ്ങളെ നഷ്ടപ്പെടുന്നില്ല, പകരം അവർക്ക് പുതിയ കുടുംബങ്ങളെ ലഭിക്കുന്നു. 2 ജീവിതങ്ങൾ, 2 ചരിത്രങ്ങൾ, 2 ഭവനങ്ങൾ എന്നിവ ദൈവാനുഗ്രഹത്താൽ ഒന്നുചേരുന്നു. ഇത് സ്നേഹത്തെ വിഭജിക്കുകയല്ല, മറിച്ച് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിവാഹം ഒരു വിശുദ്ധ യാത്രയാണ്. ഒരു പുതിയ ഭവനം രൂപീകരിക്കുവാൻ വേർപെടുക, ജീവിതകാലം മുഴുവൻ വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കുക, എല്ലാ മാതാപിതാക്കളെയും സ്നേഹത്തോടെ ബഹുമാനിക്കുക. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുമ്പോൾ വിവാഹം ദൈവിക സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജീവനുള്ള സാക്ഷ്യമായി മാറുന്നു. അത് സ്വർഗീയ ഉടമ്പടിയുടെ ഭൂമിയിലെ പ്രതിഫലനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ജനിച്ചതും
അങ്ങയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടതുമായ വിവാഹമെന്ന ഈ വിശുദ്ധ ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ജ്ഞാനത്തോടെ വേർപെടാനും വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കാനും ഭക്തിയോടും സന്തോഷത്തോടും കൂടി സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിവാഹ ബന്ധങ്ങളും പ്രാർത്ഥനയിൽ വേരൂന്നിയതും പരിശുദ്ധിയാൽ സംരക്ഷിക്കപ്പെട്ടതും അങ്ങയുടെ കൃപയാൽ ശക്തിപ്പെടുത്തപ്പെട്ടതും ആയിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ദമ്പതികൾ ഏക ശരീരമായി പരസ്പരം ബഹുമാനിക്കുവാനും കൃതജ്ഞതയോടെ മാതാപിതാക്കളെ ആദരിക്കുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾ അങ്ങയുടെ ഉടമ്പടി സ്നേഹത്തെ പ്രതിഫലിപ്പിക്കട്ടെ. ഞങ്ങളുടെ ബന്ധങ്ങൾ അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകട്ടെ. ദൈവമായ കർത്താവെ, അങ്ങ് യോജിപ്പിച്ചത് ഒന്നിപ്പിക്കുകയും അങ്ങയുടെ പൂർണ്ണമായ സമാധാനത്തിൽ അത് എന്നേക്കും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ളതിൻ്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.